ഗോപിനാഥ് മുതുകാടിൻ്റെ മാജിക് പ്ലാനറ്റ് ചില വിവാദങ്ങളിൽ ചെന്നപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും ഒക്കെ അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ ഈ വിഷയം ഞങ്ങൾ 2-3 ദിവസമായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ ഇവിടെ പറയാം എന്ന് അതിൻ്റെ സമയമായി എന്ന് ഇപ്പോൾ തോന്നുന്നു. ഇതൊരു ചെറിയ വീഡിയോയിൽ മാത്രം പറയാവുന്ന കാര്യങ്ങളല്ല. ഓട്ടിസം ബാധിച്ച കുട്ടികൾ 8 ലക്ഷത്തോളം പേർ കേരളത്തിൽ മാത്രമുണ്ട്. അതുകൂടാതെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റീസ്, ബുദ്ധിപരമായ വൈകല്യങ്ങൾ, മാനസിക വൈകല്യങ്ങളുള്ള കുട്ടികളുടെ എണ്ണം വേറെ. ഓട്ടിസം മാത്രം ബാധിച്ച 8 ലക്ഷം കുട്ടികൾ കേരളത്തിലുണ്ട്. അപ്പോൾ 16 ലക്ഷം പേരൻസ് അവർക്കുണ്ട്. ഈ ഒരു വിഭാഗത്തിന് കാര്യമായ സർക്കാർ സഹായങ്ങളൊന്നും കിട്ടുന്നില്ല. ഈ കുട്ടികളുടെ അച്ഛനമ്മമാർ അനുഭവിക്കുന്ന മനോവേദനകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ ഒന്നും ചെറുതല്ല. ഞങ്ങൾ വളരെ വിശദമായിട്ട് അന്വേഷിച്ച ഒരു വിഷയമാണ് ഇത്. ഇപ്പോൾ മാത്രമല്ല, ഈ മുതുകാട് വിവാദം വരുന്നതിന് മുമ്പ് തന്നെ ഒരു 10 മാസം മുമ്പ് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ആദ്യ സ്റ്റോറികളിൽ ഒന്ന് ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ ക്ഷേമത്തെക്കുറിച്ചായിരുന്നു. അവരുടെ അവസ്ഥ എന്താണ്? ആ വീഡിയോയുടെ ലിങ്ക് ഞങ്ങളിവിടെ ആദ്യ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ ഒന്നുകൂടി കാണാം. ഒരു 13 മിനിറ്റൊക്കെയുള്ള ഒരു ചെറിയ വീഡിയോ. അപ്പം ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ സർക്കാർ എത്ര നാൾ ശ്രമിച്ചിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഇപ്പം മുതുകാട് ഈസ് എ ഷോമാൻ, എ മജീഷ്യൻ. ആ ഒരു പ്രൊഫഷണലിൽ കേരളത്തിൽ ഇന്ന് ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ആള്, ലോകത്ത് വരെ അറിയപ്പെടുന്ന ഒരാളാണ് ഗോപിനാഥ് മുതുകാട്. സംശയമില്ല. എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഷോയാണ്. അദ്ദേഹം ഒരു ബ്രാൻഡ് അംബാസിഡറായിട്ട് പതുക്കെ വളർന്നു വന്നു കഠിനാധ്വാനം കൊണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം എല്ലാം പറഞ്ഞു വരുന്നവർ 2-3 പാർട്ട് ഭാഗങ്ങളായിട്ട് ഈ വീഡിയോ 1 by 1 ആയിട്ട് അവതരിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇതിനെ ആദ്യ ഭാഗമായിട്ട് കാണുക, ഈ വിഷയം അവതരിപ്പിക്കുന്നു എന്നതുകൊണ്ട്. അപ്പോൾ ഗോപിനാഥ് മുതുകാട് കഠിനാധ്വാനം കൊണ്ട് നേടിയെടുത്ത കാര്യങ്ങൾ, അദ്ദേഹം ആദ്യം തുടങ്ങുന്നത് കഴക്കൂട്ടൻ കിൻഫ്രയിലെ മാജിക് പ്ലാനറ്റ് അല്ല അദ്ദേഹത്തിന്റെ ആദ്യ സ്ഥാപനം, അല്ലെങ്കിൽ ഡിഫറൻറ്റ് ആർട്സ് സെന്റർ അല്ല ആദ്യ സ്ഥാപനം. ഇപ്പൊ അദ്ദേഹത്തിന് സർക്കാരിന്റെ ഗ്രാന്റും കോടിക്കണക്കിന് രൂപ സംഭാവനയൊക്കെ വരുന്നത് ഈ സ്ഥാപനത്തിലേക്കാണ്. അദ്ദേഹം ആദ്യം സ്ഥാപിച്ച മാതൃസ്ഥാപനത്തിലേക്കല്ല എന്നതും അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രധാനമാണ്. അപ്പൊ ആരോപണ വിധേയരായവർ സംശുദ്ധി തെളിയിച്ച് അഗ്നിശുദ്ധി വരുത്തി അവർ ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് കാണിക്കേണ്ടുന്ന ബാധ്യതയും ഉത്തരവാദിത്വവും അവർക്കുമുണ്ട്. ഇപ്പൊ ഇതൊരു വിവാദമാണ്. അതിനെപ്പറ്റി സർക്കാർ അന്വേഷിക്കുകയോ സത്യങ്ങൾ കണ്ടെത്തുകയോ, കാരണം 2017 മുതൽ സർക്കാർ ഗ്രാന്റ് കൈപ്പറ്റുന്ന ഒരു സ്ഥാപനമാണ്. സാംസ്കാരിക വിദ്യാഭ്യാസപരമായും ഗ്രാന്റുകൾ സ്വീകരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഡിഫറൻറ്റ് ആർട്സ് സെന്റർ. അതേസമയം മാതൃസ്ഥാപനമായ മാജിക് അക്കാദമി ഓഫ് മാജിക്കൽ സയൻസസ്, അത് മുതുകാട് തുടങ്ങിയത് പൂജപ്പുരയിലാണ്. അതിനിപ്പോ വലിയ പ്രാധാന്യമില്ല. അതവിടെയുണ്ട്, വലിയ പ്രാധാന്യമില്ല. പ്രാധാന്യം ഈ പണം വരുന്ന ഈ മറ്റ് സൈഡിലേക്ക് മാറി എന്ന് അതിൻ്റെ ഈ ചില വളർച്ചകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതിനെപ്പറ്റി അന്വേഷിക്കേണ്ട, അതായത് സർക്കാർ ഗ്രാന്റ് പറ്റുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്വം അധികാരവുമുണ്ട്. ഇനി അതുകൂടാതെ അല്ലാതെ കിട്ടുന്ന വളരെ വലിയ തുക സംഭാവനകൾ, ഇപ്പൊ MA യൂസഫ് അലിയെ പോലെയുള്ള വലിയ ബിസിനസ്സുകാര്, അതുപോലെ മറ്റു ചില സ്വകാര്യ സ്ഥാപനങ്ങൾ, മറ്റു വ്യക്തികൾ ഒക്കെ കൊടുക്കുന്ന സംഭാവന തന്നെ വലിയൊരു തുകയുണ്ട്. അതെല്ലാം കോടിക്കണക്കിന് തുക വരും. ഇതൊക്കെ എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു? പിന്നെ ഈ മുതുകാടിന്റെ ഈ ഡിഫറൻറ്റ് ആർട്സ് സെന്ററിൽ നിന്ന് കഴിഞ്ഞ ഈ 1-2 വർഷത്തിനകത്ത് 105 കുട്ടികൾ അവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്, ഇവിടം വിട്ടുപോയിട്ടുണ്ട്. അവരെന്തുകൊണ്ട് വിട്ടുപോയി? ആ പോയ ചിലർ പരാതികൾ ഉന്നയിക്കുന്നുണ്ട്, ചിലർ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതിയുമായി പോയിരിക്കുന്നു. അതും ഒരു യാഥാർത്ഥ്യമാണ്.
അപ്പോൾ അന്വേഷിക്കേണ്ടുന്ന വിഷയങ്ങൾ ഇതിലുണ്ട് എന്നൊരു സാമാന്യ ബുദ്ധിക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റും. എന്നാൽ മുതുകാട് ഇതിൽ കുറ്റവാളിയാണോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾ പറയാൻ ആരുമല്ല. അതൊക്കെ അന്വേഷണത്തിലാണ് എന്തെങ്കിലും ക്രമക്കേടുകൾ സാമ്പത്തികമായിട്ട് നടന്നിട്ടുണ്ടോ എന്ന് അറിയേണ്ടത്. പിന്നെ അദ്ദേഹം ഞങ്ങൾ പറഞ്ഞൊരു ഷോമേനാണ്. അദ്ദേഹം വളരെ പബ്ലിസിറ്റി ക്രേസിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? അദ്ദേഹം ഞാനുമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ മാതൃഭൂമിയിൽ പണിയെടുക്കുന്ന കാലം മുതൽ അദ്ദേഹത്തിൻ്റെ ഈ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തെക്കുറിച്ച് വാർത്തകൾ വരാനുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലും സംസാരത്തിലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹം പത്മ അവാർഡ് കിട്ടാനുള്ള, പത്മശ്രീയോ അല്ലെങ്കിൽ അതുപോലുള്ള പത്മ അവാർഡ് കിട്ടാനുള്ള ഒരു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബയോഡേറ്റ അദ്ദേഹം കൊണ്ടു നടക്കുന്നുണ്ട്. പത്മശ്രീക്ക് ശ്രമിക്കുന്നത് തെറ്റാണെന്നല്ല ഞങ്ങൾ പറയുന്നത്, ഇകഴ്ത്തി പറയുകയുമല്ല, അങ്ങനെയല്ല. അപ്പൊ അദ്ദേഹത്തിന് അത്തരം ചില മോഹങ്ങളുണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം രഞ്ജിത്തിന്റെ പ്രാഞ്ചിയേട്ടൻ സിനിമ പോലെ ഇതൊക്കെ ജീവിതത്തിലും പലതും ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ പേര് പലതും പത്മശ്രീ അദ്ദേഹത്തിന്റെ മാത്രമല്ല, മലയാളത്തിൽ നിന്ന് വേറെ ചില കലാകാരന്മാരുടെ പേരുകൾ പലതവണ പത്മശ്രീ ലിസ്റ്റിൽ നിർദ്ദേശിക്കപ്പെട്ടു പോയിട്ടും പത്മശ്രീ ഇതുവരെ അവാർഡ് ചെയ്യപ്പെടാത്ത കേസുകൾ വേറെയുമുണ്ട്. അപ്പം മുതുകാടിന്റെ കേസ് എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ ഇതൊക്കെ ഈ കുട്ടികളെ വെച്ചിട്ട് ഓട്ടിസം ബാധിച്ചല്ല, ബുദ്ധിപരമായ മാന്ദ്യം സംഭവിച്ച കുട്ടികളെ വെച്ചിട്ടല്ല, അവരുടെ പേരൻസിനെ വെച്ചിട്ട് ഒരു പബ്ലിസിറ്റിയും മാർക്കറ്റിങ്ങും അതിനപ്പുറത്ത് അതിൻ്റെ ഒരു സാമ്പത്തിക സംവിധാനങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ ബോധപൂർവം ഗോപിനാഥ് മുതുകാടിന്റെ സ്ഥാപനം ശ്രമിച്ചിട്ടുണ്ടോ എന്നത് ഒരു വലിയ ചോദ്യമാണ്. അത് അന്വേഷിക്കപ്പെടേണ്ട ചോദ്യമാണ്. പിന്നെ ഇവിടെ ആരും അറിയപ്പെടാത്ത ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ഇത് ആദ്യ വീഡിയോയാണ്, ആദ്യ ഭാഗമാണ്. പൊതുവായ കാര്യങ്ങളെ പറഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ വിശദാംശങ്ങളിലേക്ക് പോകാം എന്ന് ഉദ്ദേശിക്കുന്നു. ഒരു പബ്ലിസിറ്റിയും ഇല്ലാതെ കേരളത്തിൽ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ പേരൻസ്, രക്ഷിതാക്കൾ വളരെ നല്ല രീതിയിൽ ഒരു സ്കൂൾ, ഓട്ടിസം സ്കൂൾ നടത്തുന്നുണ്ട്. അതിന് ഇന്ന് വരെ സർക്കാർ ഗ്രാന്റ് കിട്ടിയിട്ടില്ല. അവര് പബ്ലിസിറ്റിക്ക് വേണ്ടി പോയിട്ടില്ല. അവർ സർക്കാരിൽ ചെന്ന് സഹായം ചോദിച്ചിട്ടില്ല. അവര് പേരൻസ് കഴിഞ്ഞ കൂടുകാലത്ത് 2.5 വർഷം മുമ്പ് അവരനുഭവിച്ച ബുദ്ധിമുട്ടിന്നാണ് തിരുവനന്തപുരത്ത് പാറ്റൂരിൽ ഏഞ്ചൽസ് വേൾഡ് ദ സെക്കൻഡ് ഹോം എന്ന പേരില് അവര് സ്വന്തം മക്കൾക്ക് വേണ്ടി ഒരു ഓട്ടിസം സ്കൂള് വാടക കെട്ടിടത്തിൽ അവര് ആരംഭിച്ചത്. ഈ ഏഞ്ചൽസ് വേൾഡ് സെക്കൻഡ് ഹോം പാറ്റൂരെ ഒരു വലിയ വീട് വാടകയ്ക്ക് എടുത്തു. ആ വാടക തന്നെ ഇങ്ങനൊരു സ്കൂളിലായതുകൊണ്ട് ആ ഉടമസ്ഥൻ വാടക ചുരുക്കി, ആദ്യം ചോദിച്ച വാടക കുറച്ചു കൊടുത്തു, ആ ഒരു മനുഷ്യ നന്മ വെച്ചിട്ട്. അങ്ങനെയുള്ളവർ ഒരു വശത്തുണ്ട്. മുതുകാട് എന്ത് ചെയ്യുന്നു എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതോടൊപ്പം മുതുകാടിനെ പോലെ ക്രേസ്, പബ്ലിസിറ്റിയോ ഒന്നും തേടാതെ, പബ്ലിസിറ്റി ക്രേസി അല്ലാതെ സ്വന്തം മക്കളുടെ ഭാവി നോക്കി അവര് കുറെ പേരൻസ്, രക്ഷിതാക്കള് സ്വന്തം ഒരു സ്കൂൾ സ്വയം നടത്താൻ കാരണം കേരളത്തിൽ ഒട്ടേറെ ഓട്ടിസം സ്കൂളുണ്ട്. ആ ഓട്ടിസം സ്കൂളുകൾ നടത്തുന്നതൊന്നും പിന്നെ ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ പേരൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മാനേജ്മെന്റും അല്ല, പക്ക ബിസിനസ്സാണിത്. ഒരു മാസം ശരാശരി 25,000 രൂപയാണ് ഫീസായിട്ട് ഒരു ഓട്ടിസം സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയിൽ നിന്നും നടത്തുകാർ ഈടാക്കുന്നത്. ഇതൊരു വൻ കൊള്ളയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഈ രക്ഷിതാക്കള് ഏഞ്ചൽസ് വേൾഡ് വാടക കെട്ടിടത്തിൽ ആരംഭിച്ചത്. അവര് സ്വയം പേരൻസ് പൈസ മുടക്കിയിട്ട് ഇപ്പൊ അവര് മണ്ണന്തലയിൽ ഒരു 40 സെന്റ് വസ്തു അവര് മണ്ണന്തലയിൽ വാങ്ങിയിട്ട് ഈ കുട്ടികളെ അങ്ങോട്ട് റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ പോവുകയാണ്. അവിടെ ഇപ്പൊ 15ഓളം കുട്ടികൾ ഇവരുടെ പക്കലുണ്ട്, പേരൻസും നോക്കുന്ന കുട്ടികൾ. പിന്നെ പരിശീലിപ്പിക്കാൻ വേറെ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഈ കുട്ടികൾക്ക് അവിടെ ഫ്ലാറ്റുകൾ, പേരൻസിനും കുട്ടികൾക്കും ഈ 40 സെന്റിൽ കുറെ ഫ്ലാറ്റുകൾ കിട്ടുക. ആ ഫ്ലാറ്റിൽ പേരൻസും ഈ ഓട്ടിസം കുട്ടികളും ഒരുമിച്ച് താമസിക്കുന്നു. അതോട് ചേർന്ന് ഈ 40 സെന്റിൽ 20,000 സ്ക്വയർ ഫീറ്റിൽ
കുറയാതെ പിന്നെ ഈ ഫ്ലാറ്റുകൾ കെട്ടിപ്പൊക്കിയിട്ട് അതിന് തൊട്ട് ചേർന്ന് ജിംനേഷ്യം, കളിസ്ഥലം, ഹോം തിയേറ്റർ, നീന്തൽക്കുളം തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും, പ്രത്യേക ട്രെയിനിങ് പരിശീലനം നടത്താനുള്ള മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ ചെയ്യപ്പെടാൻ പോവുകയാണ്. തിരുവനന്തപുരത്ത് മണ്ണന്തലയിൽ സ്വന്തം വാങ്ങിയ ഭൂമിയിൽ അവർ വികസിപ്പിച്ചെടുക്കാൻ പോവുകയാണ്. ഇതൊന്നും ലോകം അറിയുന്നില്ല. കാരണം ഓട്ടിസം ചികിത്സിച്ച് ഭേദമാക്കാവുന്ന രോഗമല്ല. ഇത് മനസ്സിലാക്കാതെ ചികിത്സയ്ക്ക് വേണ്ടി ലക്ഷങ്ങൾ മുടക്കിയിട്ട്, അല്ല, ബുദ്ധിമാന്ദ്യമൊന്നും പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല. പക്ഷെ ചികിത്സയുടെ പേരിൽ വഞ്ചിതരാവുന്ന ഒട്ടേറെ പേരൻസ് ഉണ്ട്. ലക്ഷങ്ങളാണ് അവരതിനു വേണ്ടി വൃഥാവിൽ ചെലവഴിക്കുന്നത്. അങ്ങനെ നടന്ന ചില തട്ടിപ്പുകളുണ്ട്. അതൊക്കെ ഞങ്ങൾ ഇതിന്റെ പിന്നാലെ വരുന്ന അടുത്ത ഭാഗം വീഡിയോ സ്റ്റോറിയിൽ പറയാം. എല്ലാം കൂടി ഇവിടെ പറയാൻ നമുക്ക് സമയപരിമിതിയുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന പേരൻസ്, മാനസിക ബുദ്ധിമുട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ടായിട്ട്, അതായത് അതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. അടുത്ത കാലത്ത് കേരളത്തിൽ 10ഓളം കുടുംബ ആത്മഹത്യകൾ ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഓട്ടിസം ബാധിച്ച ചില പേരൻസിന് ഒരു കുട്ടിയായിരിക്കും, ചിലപ്പോൾ 2 കുട്ടിയാവും. ഒരു രക്ഷിതാവിന്റെ 4 കുട്ടികൾ ഓട്ടിസം ബാധിച്ചവരായിരുന്നു. അതിൽ 4 കുട്ടികളിൽ പിന്നെ ഈ കുട്ടികളുടെ അമ്മ ഈ മാനസിക സംഘർഷം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തു. അടുത്ത കാലത്ത് കുട്ടികളുടെ അച്ഛൻ ഒരു വാഹന അപകടത്തിൽ അവിചാരിതമായിട്ട് അപകട മരണം. അങ്ങനെ ഈ 4 കുട്ടികൾ ഇപ്പോൾ അനാഥാലയത്തിലാണ്. ഇതൊരു വലിയ സാമൂഹ്യ വിഷയമാണ്. 8 ലക്ഷം കുട്ടികൾ, 16 ലക്ഷം പേരൻസ്. ഇന്ന് വരെ നമ്മുടെ ഗവൺമെന്റുകൾ ഇതൊരു വിഷയമായിട്ട് തിരഞ്ഞെടുത്തിട്ടില്ല. ഇതിനെ ഒരു NGO വിഷയമായിട്ട് ഒതുക്കിയിട്ടിരിക്കുകയാണ്. ഇതിപ്പോ മുഖ്യധാരയിലേക്ക് ചർച്ചയാവാനുള്ള കാരണം ഗോപിനാഥ് മുതുകാടിന്റെ സ്ഥാപനം വിവാദത്തിൽ പെട്ടു എന്നതാണ്. ചർച്ച നടക്കട്ടെ. ഈ വിഷയത്തിൽ ഇവരുടെ ക്ഷേമത്തിന് മറ്റ് പല വിഭാഗങ്ങൾക്ക് നമ്മൾ കേരളത്തിൽ ക്ഷേമ പെൻഷനും ക്ഷേമ പദ്ധതികളും പ്രഖ്യാപിക്കുമ്പോൾ ഇവർക്ക് വേണ്ടി 8 ലക്ഷം വരുന്ന കുട്ടികൾക്ക് വേണ്ടിയല്ല, അവരുടെ പേരൻസ്, ആ കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു പാക്കേജും ഒരു ബജറ്റിലും നമ്മുടെ ഗവൺമെന്റുകൾ ഇന്നുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ ഗോപിനാഥ് മുതുകാടിന്റെ ഡിഫറൻറ്റ് ആർട്സ് സെന്ററിന് സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിന്റെയോ സാംസ്കാരിക വകുപ്പിന്റെയോ ധനസഹായവും കോടിക്കണക്കിന് സംഭാവനകൾ കിട്ടുമ്പോൾ അത് മുതുകാടിന്റെ ഒരു പബ്ലിസിറ്റി പിന്നെ രീതി കൊണ്ട് സമാഹരിക്കുന്ന പണമായിരിക്കുക. പക്ഷേ ഇങ്ങനെ നിസ്വാർത്ഥമായിട്ട് ആരുടെയും കാല് പിടിക്കാതെ ഇതൊക്കെ ചെയ്യുന്ന ഏഞ്ചൽസ് വേൾഡ് പോലുള്ള സ്ഥാപനങ്ങളെ എന്തുകൊണ്ട് സർക്കാർ കാണുന്നില്ല? എന്തുകൊണ്ട് അവരെ സഹായിക്കാൻ കഴിയുന്നില്ല? അപ്പൊ ഈ വിഷയം കൂടി ചർച്ച ചെയ്യപ്പെടാൻ മുതുകാട് വിഷയം ഗുണപ്പെടട്ടെ എന്ന പോസിറ്റീവ് ചിന്ത വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ പറയാം.